നിർവീര്യമാക്കുന്നു. അങ്ങനെ ചെയ്ത പല സ്ഥലങ്ങളിലും ഈ വെടിനിർത്തൽ കരാർ ലംഘനം നടന്നിട്ടുണ്ട്. പാകിസ്ഥാന്റെ കരാർ ലംഘനം നടന്നിട്ടുണ്ട്. നമ്മളിവിടെ ചർച്ച ചെയ്ത് വരികയായിരുന്നു. പാകിസ്ഥാനാണ് വിശ്വസിക്കാൻ പറ്റുകയില്ല. നേരത്തെയും പല കരാറുകളും ഉള്ളപ്പോഴും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിയിട്ടുണ്ട് എന്ന്. ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വീണ്ടും സീസ് ഫയർ ലംഘനം, വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അഖിനൂർ, പൂഞ്ച് മേഖലകളിൽ കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് പാകിസ്ഥാൻ ഡ്രോണുകൾ പറത്തിയത്. ഇപ്പോൾ സീസ് ഫയർ ബ്രോക്കൺ എന്ന രീതിയിൽ ആർട്ടിലറി എക്സ്ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മനു ഭരത് ചേരുന്നു. മനു, എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? അതിർത്തിയിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ പെരുമാറുന്നത്? മഞ്ജുഷ്, അഖ്നൂർ സെക്ടറിലാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാറിന്റെ ലംഘനം ആദ്യം വ്യക്തമായത്. പിന്നീട് രജൌറിയിലും മെന്ധാറിലും പുഞ്ച് ഏരിയയിലുമൊക്കെ വെടിനിർത്തൽ കരാറിന്റെ ലംഘനം നടക്കുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. മൾട്ടിപ്പിൾ സീസ് ഫയർ വയലേഷൻ എന്നാണ് ഇന്ത്യൻ ആർമിയിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിന് ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് സൈന്യം തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഇതുപോലുള്ള ആക്രമണം